ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ ശ്രദ്ധയ്ക്ക് അയ്യപ്പ ഭക്തന്മാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാണ് ശബരിമലയിൽ എത്തുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലെയും ദർശന സമയം ഇവിടെ അറിയിക്കുകയാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറന്നാൽ 11 മണി വരെ, വൈകിട്ട് 3:30 മുതൽ 7 മണി വരെയാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം രാവിലെ 3 മണിക്ക് തുറന്ന് 1 മണിക്ക് നടയടയ്ക്കുകയും വൈകിട്ട് 3 മണിക്ക് തുറന്ന് 9 മണിക്കാണ് നടയടയ്ക്കുക. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം രാവിലെ 4:30 നട തുറന്നാൽ 12 മണി വരെ ഉണ്ടാകും. വൈകിട്ട് 4:30 മുതൽ 8:30 വരെ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം രാവിലെ 4 മണിക്ക് നട തുറക്കും, 12 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 4:30, 8 മണി വരെ. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം രാവിലെ 3:30 നട തുറന്നാൽ 12 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് തുറക്കുകയും 8 മണിക്ക് നടയടയ്ക്കുകയും ചെയ്യും. കീഴ്ക്കാവ് ഗുരുതി രാത്രി 8:30. വൈക്കം മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് നട തുറക്കും, 12 മണി വരെ. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക, 8 മണി വരെ. കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് നട തുറന്നാൽ 12 മണി വരെ. വൈകിട്ട് 5 to 8 മണി വരെ. മള്ളിയൂർ ഗണപതി ക്ഷേത്രം രാവിലെ 4:30 നട തുറക്കും, 12:30 വരെ. വൈകിട്ട് 4:30 തുറന്നാൽ 8 മണി വരെ നട തുറന്നിരിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, 12 മണിക്ക് നടയടയ്ക്കുകയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെ. കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം രാവിലെ 5 മണിക്ക് നട തുറക്കും, 11:30 വരെ. വൈകിട്ട് 5 മണി, 8 മണി വരെ. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് നട തുറക്കുകയും 12 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് തുറന്നാൽ 8 മണി വരെ. എരുമേലി വാപുരൻ ക്ഷേത്രം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വാവർ പള്ളിയല്ല, അവിടെ വാപുരൻ ക്ഷേത്രമാണ്, ശാസ്താ ക്ഷേത്രം. അത് രാവിലെ 4 മണിക്ക് നട തുറക്കുകയും 12 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് തുറന്നാൽ 8 മണി വരെ. അവിടെ തൊഴേണ്ടത് ശാസ്താ ക്ഷേത്രത്തിൽ മാത്രമാണ്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണി മുതൽ 12 മണി വരെ. വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ. പമ്പ ഗണപതി ക്ഷേത്രം രാവിലെ 3 മണി മുതൽ 1 മണി വരെ. വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ. ശബരിമല സന്നിധാനം നെയ്യാഭിഷേകം 3:20 രാവിലെ ആരംഭിച്ചാൽ 11:30 വരെ ഉണ്ടായിരിക്കും. ഹരിവരാസനം 10:50 രാത്രി. അതോടുകൂടി നടയടയ്ക്കും. നിലയ്ക്കൽ പമ്പ KSRTC നിരക്ക് ഓർഡിനറി 40 രൂപയും AC ലോ ഫ്ലോർ ബസ്സിലാണെങ്കിൽ 90 രൂപയുമാണ്. ഇലക്ട്രിക് ബസ്സിലാണെങ്കിൽ 100 രൂപയാണ് ചാർജ്. വെർച്വൽ ക്യൂ വേരിഫിക്കേഷൻ പമ്പ നടപ്പന്തലിൽ ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിനറൽ വാട്ടർ ബോട്ടിലുകൾ ലഭ്യമല്ല. ചുക്കുവെള്ള കൗണ്ടറുകളിൽ നിന്നും വെള്ളം ശേഖരിക്കാനുള്ള കുപ്പി നമ്മൾ കരുതിയാൽ മാത്രം മതി. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. പരമാവധി എന്ന വാക്കിനപ്പുറം പ്ലാസ്റ്റിക് ഒഴിവാക്കുക. പുണ്യം പൂങ്കാവനം പദ്ധതിയോട് എല്ലാവരും സഹകരിക്കുക. മെഡിക്കൽ സെന്ററുകൾ 24 മണിക്കൂറും സജ്ജമാണ്. ഉരക്കുഴി തീർത്ഥത്തിലേക്ക് പ്രവേശനം വന്യമൃഗശല്യം കാരണം 4 PM വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പമ്പയിലും സൗജന്യ അന്നദാനം ഉള്ളതുകൊണ്ട് തന്നെ ആരും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതില്ല. സ്വാമിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനമുണ്ട്. അന്നദാന കൗണ്ടറിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് പിറകിലായ വലിയ അന്നദാന മണ്ഡപം തന്നെയുണ്ട്. സന്നിധാനത്ത് വന്നാൽ ആരും തന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതേയില്ല. അന്നദാന മണ്ഡപത്തിൽ കയറി ഭക്ഷണം കഴിക്കാം. വിരിവെക്കാനുള്ള സൗകര്യം അവിടെ ലഭ്യവുമാണ്. നല്ലൊരു തീർത്ഥാടന കാലം എല്ലാവർക്കും ആശംസിക്കട്ടെ.
ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്ക അർപ്പിക്കുന്നത് പരമാവധി കുറയ്ക്കുകയും മറ്റ് സാധാരണ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കാണിക്ക അർപ്പിക്കുന്നത് കൂടുതലാക്കുകയും ചെയ്താൽ സുഗമമായ പ്രവർത്തനങ്ങൾ നടക്കാൻ അത് എളുപ്പമായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നല്ല ഒരു തീർത്ഥാടന കാലം എല്ലാവർക്കും നേരുന്നു. ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹാശിസുകൾ എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.